കൊരിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യസ് 3:18. വായിക്കാം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവർക്കും പല്ലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ വളരെ നന്നായി പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചു എന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പറയട്ടെ, നമ്മൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നത് വരെ നിങ്ങളെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി എഴുന്നേൽക്കാതിരിക്കാൻ പരിശ്രമിക്കണമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വിചിന്തനം ചെയ്ത വിഷയം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ 10 ഫലങ്ങൾ പറയാം എന്ന് പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. നമ്മൾ പ്രധാനമായിട്ടും വിചിന്തനം ചെയ്തത് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ആദ്യത്തെ 5 ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഗൗരവമായി വിചിന്തനം ചെയ്തത്. മറ്റ് 5 അച്ഛന് കിട്ടുന്ന പ്രേരണയനുസരിച്ച് അച്ഛൻ ഇന്ന് ബാക്കിയുള്ള 5 കൂടെ പറയാം എന്ന് അച്ഛന് ഒരു പ്രചോദനം ലഭിക്കുന്നത് കൊണ്ട് അത് അച്ഛൻ തുടരുകയാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ 5 ഫലങ്ങൾ നമ്മൾ കണ്ടു. 10 ഫലങ്ങളാണ് നമ്മൾ അതിനെക്കുറിച്ച് ഈ വർഷം ധ്യാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണോന്നറിയില്ല, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ മറ്റ് കുറച്ച് ഫലങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. അന്ന് ധ്യാനിക്കാതിരുന്ന വിഷയങ്ങളാണ് ഈ വർഷം നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം പ്രത്യേകമായി പറഞ്ഞു, നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറയപ്പെടണം എന്നത് ആരുടെ ആഗ്രഹമാണ്? അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ഈശോയുടെ ആഗ്രഹമാണ്. ദൈവം ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് എന്ത് ചെയ്തിരിക്കും? നടത്തിയിരിക്കും.
ഹല്ലേലൂയ. ദൈവം മഴ പെയ്യിക്കണം എന്ന് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്തിരിക്കും? മഴ പെയ്യിച്ചിരിക്കും. ഹല്ലേലൂയ. പക്ഷേ മഴ പെയ്യുമ്പോൾ കുടം കമഴ്ത്തി വയ്ക്കണോ നിവർത്തി വയ്ക്കണോ എന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ വിചാരിക്കും മഴ പെയ്തല്ലോ, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചില ആളുകൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അത് പെയ്യിക്കും എന്ന് പറഞ്ഞ ആളുടെ കുഴപ്പമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഫലങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഗുണങ്ങൾ അറിയുമ്പോഴാണ് അതിനു വേണ്ടി നമ്മൾ കൂടുതൽ ദാഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞു, UK-യിൽ പഠിക്കാൻ പോകാൻ വേണ്ടി 30 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ വീടും സ്ഥലവും ഒക്കെ കൊണ്ടുപോയി ഈ 30 ലക്ഷം രൂപയുടെ ലോൺ എടുക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ വല്ലയിടത്തും പഠിച്ചാ പോരെ? അപ്പോ അവര് പറയും, എന്തു പറയും? UK-യിൽ പോയി പഠിച്ചാൽ അവിടെ പാർട്ട് ടൈം ജോലി കിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടാണെങ്കിലും പാർട്ട് ടൈം ജോലി, അല്ലെങ്കിൽ ഏത് ജോലി ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചടക്കാൻ പറ്റും. അതിനുശേഷം അവിടെ നല്ല ജോലിയൊക്കെ കിട്ടിയാൽ ഓരോ വർഷവും 4 ലക്ഷം 5 ലക്ഷം, ഓരോ മാസവും 3-4 ലക്ഷം രൂപ ശമ്പളമൊക്കെ കിട്ടും എന്ന് ഒരു അട്രാക്ഷൻ. ആ അട്രാക്ഷൻ നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ പോയാൽ നമുക്ക് ഇതുപോലെ തലകുത്തി പണിയെടുത്താൽ നമുക്ക് ലോണൊക്കെ അടക്കാൻ പറ്റും എന്ന് മാത്രമല്ല, നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്നത് എന്താണ്? ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ടൊന്നും നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നില്ല. 10ാം ക്ലാസ് പാസ്സാവുമ്പോൾ, +2 കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് കഴിയുമ്പോൾ UK-യിൽ പോകണമെന്ന് ആരും, വിദേശത്ത് പോകണമെന്ന് ആരും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തുതി. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ട്. കുറച്ചു നാൾ കഴിയുമ്പോ ആരും കാണില്ല. നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആര് നോക്കും എന്നുള്ളതാണ് അച്ഛൻ. ഹല്ലേലൂയ. അതിനു മുമ്പ് അച്ഛൻ മരിച്ചു പോകുന്നോ? അങ്ങനെയൊന്നും. നിങ്ങൾ മരിച്ചിട്ട് അച്ഛൻ മരിക്കും. ഹല്ലേലൂയ. അച്ഛൻ ചെറുപ്പമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ദാഹം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് എന്ത് തുടങ്ങിയത്? ഈ ദാഹം തുടങ്ങിയത്. ഈ വീടും സ്ഥലവും മാത്രമല്ല, അപ്പനും അമ്മനെയും ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് പോകണം. മോനെ, ഇത് പോയി കഴിഞ്ഞാൽ അപ്പനും അമ്മക്കും വേറെ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് അപ്പനും അമ്മനെയും ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് വിദേശത്ത് പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ കഥ കൂടെ കേട്ടിട്ടുണ്ട്. പോട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് ദാഹം. അപ്പോൾ അതുപോലെ തന്നെ അപ്പൊ ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ചറിഞ്ഞ് അതിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ ദൈവീക കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് വഴി നമുക്ക് ദൈവീക സമ്മാനങ്ങൾക്ക് വേണ്ടി ദാഹിക്കാൻ സാധിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ഇതിനു വേണ്ടി ദാഹിക്കാത്തതിന്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കാത്തതിന്റെ കാരണം, പ്രിയപ്പെട്ടവരെ, ഇത് കിട്ടിയാൽ എന്ത് ഗുണമെന്ന് നമുക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. യെസ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിത് എടുത്തു പറയുന്നത്. ഇനി നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം, ഒരു പുത്തൻ പെന്തക്കോസ്ത് അനുഭവം എല്ലാവരിലും പരിശുദ്ധാത്മാവ് വർഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നടത്താൻ ദൈവം കൊതിയോടെ കാത്തിരിക്കുന്നു. യെസ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈശോ ആഗ്രഹിക്കുന്നു എന്താണ്? നമ്മൾ എല്ലാവരും ആത്മാവിൽ ജലത്തിൽ
വീണ്ടും ജനിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അപ്പോൾ പറഞ്ഞു ഒന്നാമത്തെ ഒരു ബെനഫിറ്റ് നമ്മൾ പറഞ്ഞു. എന്താണത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രകടമായ വ്യതിയാനം എന്താണ്? ഒന്നാമതായിട്ട് ആ ഭൗതിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞത് ആദത്തെയും ഹവ്വയെയും കുറിച്ച് പറഞ്ഞു. ഈ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെ തിന്നണം, കുടിക്കണം, സിനിമക്ക് പോകണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോകണം, പുതിയ ഡ്രസ്സ് എടുക്കണം, ആഭരണം എടുക്കണം, അവിടെ ആഘോഷത്തിന് പോകണം, ആ സ്ഥലം കാണാൻ പോകണം, ഈ സ്ഥലം കാണാൻ പോകണം, അവിടെ പിക്നിക്കിന് പോകണം. ഇന്നലെ ഒരു ചേട്ടൻ പറഞ്ഞു ഞങ്ങളെല്ലാ 3 മാസവും കൂടുമ്പോഴും പിക്നിക്കിന് പോകുമെന്ന്. കുടുംബം അടക്കം. ഞങ്ങൾ കുടുംബത്തിൽ 10-20 പേരുണ്ട്. അപ്പോൾ 3 മക്കൾക്കും സർക്കാർ ജോലിയുണ്ട്. അവരുടെ മക്കള് അപ്പം എല്ലാ വീട്ടിലും 2 കാറ് വെച്ചൊക്കെ ഉണ്ട്. ഞങ്ങൾക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരനും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെൻഷനൊക്കെ ആയി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാ 3 മാസം കൂടുമ്പോഴും ഒന്നില്ലെങ്കിൽ മൂന്നാറ്, അല്ലെങ്കിൽ വയനാട്, അല്ലെങ്കിൽ മൈസൂർ, അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെയാണ് സ്ഥലം, ആറളം ഫാം, അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോകും. ദൂര സ്ഥലങ്ങളാണെങ്കിൽ ടെമ്പോ ട്രാവലർ എടുത്ത് ഒരു വണ്ടിക്ക് പോകും. അടുത്തുള്ള സ്ഥലമാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് 2 വണ്ടി വെച്ചെടുത്ത് എല്ലാവരും കൂടി കാർ എടുത്തിട്ട് അങ്ങോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഭൗതിക മനുഷ്യന്റെ വ്യവഹാരങ്ങളാണ് അല്ലേ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. കുറെ നാൾ മുമ്പ് പറഞ്ഞാണ്, ഈ സഹോദരിക്ക് ചെറിയ വിലയുടെ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാ ദിവസവും ഒരു പുതിയ സാരി വെച്ച് കൊടുക്കണമെന്ന്. അപ്പൊ അച്ഛൻ വിചാരിച്ചായി വെറുതെ പൊങ്ങച്ചൻ പറയുന്നതായിരിക്കുമെന്ന്. അപ്പൊ അച്ഛൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ശരിയാണ്. ഹല്ലേലൂയ. ഇതാണ് ഭൗതിക മനുഷ്യന്റെ പ്രത്യേകത. ഭൗതിക മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് ഉടുത്തിട്ട് പോയ സാരി പിന്നത്തെ കല്യാണത്തിന് ഉടുക്കുമ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണല്ലോ, അവിടുത്തെ ഫോട്ടോയിൽ ഈ സാരിയാണ്, ഇനി അപ്പുറത്തെ ഫോട്ടോയിൽ ഇത് തന്നെ ആയിരിക്കും. ഭൗതിക മനുഷ്യന്റെ ചിന്താരീതികളാണ് ഇത്. നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ചേട്ടന്മാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. യെസ്. അപ്പോൾ ഭൗതിക മനുഷ്യന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ ഭൗതിക മനുഷ്യന് ഇങ്ങനെ കാഴ്ച കാണാൻ നടക്കുന്ന, അല്ലെങ്കിൽ കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഭൗതിക മനുഷ്യൻ, അതിനെയാണ് നമ്മൾ പറഞ്ഞത് ആദവും ഹവ്വയും. തിന്നാൻ നടക്കുന്ന ഭൗതിക മനുഷ്യനെ തിന്നാൻ കൊടുക്കുന്ന, ഈശോയെ പോലെ ആക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ അഭിഷേകം. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹമില്ലാതെ, സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹമുണ്ടാകുന്ന, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല ഉന്നതത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന മനുഷ്യരാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ അഭിഷേകം. ഒന്ന്, അതിനെക്കുറിച്ചുള്ള വചനങ്ങളും കൂടുതൽ വിചിന്തനങ്ങളും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? ജഡത്തിന്റെ ആഗ്രഹങ്ങളിൽ കഴിയുന്ന മനുഷ്യനെ ആത്മാവിന്റെ ആഗ്രഹങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ അഭിഷേകം, പരിശുദ്ധാത്മാ സ്നാനം. ജഡത്തിന്റെ അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? ജഡത്തിന്റെ അഭിലാഷങ്ങൾ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. അപ്പോൾ ഇവയിലൊക്കെ ഇങ്ങനെ കലഹിച്ച്, അസൂയപ്പെട്ട്, കോപിച്ച്, മത്സരിച്ച്, ആരാണ് വലുത്, നീയോ ഞാനോ, മത്സരിച്ച് ഭിന്നത, ആ വിഭാഗക്കാര് ഈ വിഭാഗക്കാര്,
അല്ലേ? തെക്കും ഭാഗക്കാര്, വടക്കും ഭാഗക്കാര്, വിമതര്, അനുകൂലികള്. ഇങ്ങനെ അച്ഛൻ കണ്ണൂർ ജില്ലയിലെ കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ പാർട്ടിക്കാര്, ഈ പാർട്ടിക്കാര് എന്നൊക്കെ പറഞ്ഞ് ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇതിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാണ്. ജഡികാസക്തികള്, അല്ലേ? കല്യാണം വന്നാലും മഴ പെയ്താലും പറയും മഴയല്ലേ കള്ളു കുടിക്കാന്ന് പറയും, ചൂടല്ലേ കള്ളു കുടിക്കാന്ന് പറയും, കല്യാണമല്ലേ മദ്യപിക്കാന്ന് പറയും, മാമോദീസയല്ലേ മദ്യപിക്കാന്ന് പറയും, ഫസ്റ്റ് കമ്മ്യൂണിയൻ അല്ലേ മദ്യപിക്കാന്ന് പറയും. അങ്ങനെ എന്ത് കാര്യം വന്നാലും ഈ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് പിറകെ പായുന്ന മനുഷ്യനെ ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തുന്ന, സ്നേഹിക്കാൻ, സമാധാനത്തിലായിരിക്കാൻ ഒക്കെ ക്ഷണിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ. മൂന്നാമതായി നമ്മൾ പറഞ്ഞു, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകം. ഇന്നത്തെ പ്രഭാതത്തിലെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ സെബാസ്റ്റ്യൻ അച്ഛൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച ആരാണ്? ഫാദർ ഡാമിയൻ. ഹല്ലേലൂയ. എല്ലാവരും തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ എനിക്കൊരു രോഗവും വരരുത്, അല്ലേ? കോവിഡ് എല്ലാവർക്കും വന്നോട്ടെ, എനിക്ക് മാത്രം വരരുത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മാത്രം ഒരു കുഴപ്പവും ഉണ്ടാകരുത്, എനിക്ക് ഒരു അസുഖവും വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിൽ ഇതാ ഡാമിയൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ കുഷ്ഠരോഗികൾക്ക് കുഴികുത്തി കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, അവർക്ക് കട്ടിൽ വിരിച്ചു കൊടുക്കാൻ, അങ്ങനെ അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത്, കട്ടിലുണ്ടാക്കി കൊടുത്ത്, സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് സമാധാനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി അവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും തനിക്ക് വേണ്ടി തന്നെ ഒരു കുടില് കെട്ടാൻ മറന്നുപോയി. തനിക്ക് വേണ്ടി ഒരു വൃക്ഷച്ചുവട് മാത്രം ഒരു കൂടാരമാക്കി, ഒരു ഭവനമാക്കി കഴിഞ്ഞ് കിടന്നുറങ്ങിയിരുന്ന ഫാദർ ഡാമിയനെ കുറിച്ച് അച്ഛൻ കാലത്ത് പറഞ്ഞു. അതാണ് പ്രിയപ്പെട്ടവരെ, തനിക്ക് വേണ്ടി ജീവിക്കാതെ അപരന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാഭിഷേകമുണ്ടാകണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരൻ എപ്പോഴും പറയുമായിരുന്നു, അച്ഛാ ഞാനൊന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ, എൻ്റെ റിട്ടയർമെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ മുഴുവൻ സമയവും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന. ഈ ജോലി കാരണം എനിക്ക് കാലത്ത് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഈ ജോലി കാരണം വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റുന്നില്ല, ഈ ജോലി കാരണം അച്ഛൻ്റെ കൂടെ ഒന്ന് ധ്യാനത്തിന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, 5 വർഷം മുമ്പത്തെ കഥയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, 2020 ഇപ്പൊ കണക്ക് ഇപ്പൊ എത്ര വയസ്സായി? 2020 റിട്ടയർഡ് ആവുമല്ലോ, അപ്പൊ അതിനുശേഷം മതി. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട അച്ഛൻ. പ്രിയപ്പെട്ടവര്, റിട്ടയർ ആവുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ എന്താണ്ടൊക്കെ പൈസയൊക്കെ കുറെ കിട്ടും, ഇല്ലേ? അപ്പൊ അങ്ങനെ ഈ സഹോദരന് 10-60 ലക്ഷം രൂപ കിട്ടി, റിട്ടയർ ആയപ്പോ കിട്ടിയ ഒരു പൈസയാണ്. അപ്പൊ ഈ കാശ് എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണ്ടേ? കുഴിച്ചിടാൻ പറ്റും. എല്ലാം കൂടി കൊണ്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ടാക്സ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സഹോദരൻ അത് വെച്ച് ഒരു 5 ഏക്കർ സ്ഥലം മേടിച്ചു, വില കുറവുള്ള സ്ഥലത്ത്. എന്നിട്ട് ഈ 5 ഏക്കർ മേടിച്ചില്ലേ, എൻ്റെ അച്ഛൻ ഇനി സ്ഥലവും മേടിച്ചു, ഇനി അത് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റുമോ? നോക്കാതിരിക്കാൻ പറ്റുമോ? വെള്ളമൊഴിക്കാതിരിക്കാൻ പറ്റുമോ? പണിയെടുപ്പിക്കാതിരിക്കാൻ? പ്രിയപ്പെട്ടവരെ, ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോവുമായിരുന്നു. ഇപ്പൊ ഞായറാഴ്ചയും പോകാൻ പറ്റുന്നില്ല. വെള്ളം അച്ഛ ഈ ചെടികൾക്ക് അറിഞ്ഞുവിടല്ലേ ഇത് ഞായറാഴ്ചയാണെന്നു.
അപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ച അരമണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ സമയം കിട്ടില്ല. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ ജീവിക്കണം. ചില ആൾക്കാർ വിചാരിക്കും ഇതൊന്ന് കഴിയട്ടെ, ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് തന്നെ കാര്യം. കട ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജോലി ഉള്ളത് കൊണ്ട്, എന്തൊക്കെ കാരണങ്ങളാണ്. ഹല്ലേലൂയ. കൊച്ചുങ്ങളൊന്ന് വലുതായിക്കോട്ടെ, പിന്നെ ഞാനുണ്ടല്ലോ. കൊച്ചു വലുതായി, കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത കൊച്ചായി, അതാണ് പ്രശ്നം. കൊച്ചുങ്ങളൊന്ന് സ്കൂളിൽ പോയി തുടങ്ങിക്കോട്ടെ അച്ഛാ, ഞാൻ പിന്നെ പള്ളിയിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞവര് ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത കൊച്ചായി, അച്ഛ ഈ കൊച്ചിനൊന്ന് സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഒരു 95% പേര്. കർത്താവിന് വേണ്ടി പലരും, നമ്മളൊക്കെ ഭക്തരാണ്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പോലും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ഈശോയ്ക്കൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈവയ്ക്ക്. കുറെ പേരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുമ്പോൾ അങ്ങനെ ഒരു വശമുണ്ട് കേട്ടോ. നമ്മൾ ആരാധിക്കുന്നത് വഴി, നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുന്നത് വഴി ഈശോയ്ക്ക് ആശ്വാസം കിട്ടുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. നമ്മൾ ഈശോയോട് കൂടെ ഇരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ലെന്നേ. മറ്റ് മതങ്ങളിലൊക്കെ ഒരു പക്ഷെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിലും ദൈവവും ഭക്തനും, ദൈവം കൊടുക്കുന്നു, ഭക്തൻ സ്വീകരിക്കുന്നു, പോകുന്നു. ഭക്തൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം കുറച്ച് കാശ് നേർച്ചപ്പെട്ടിയിലിടുക, അതോട് തീർന്നു. പക്ഷേ നമ്മുടെ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്ന, ക്രിസ്തു പഠിപ്പിക്കുന്ന ദൈവാരാധന എന്ന് പറയുന്നത്, മതവിശ്വാസം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്, ബന്ധമാണ്, സൗഹൃദമാണ്. കർത്താവിൽ എന്തെങ്കിലും വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ബിസിനസ് അല്ല റിലീജിയൻ. എനിക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പള്ളിയിലേക്ക് വരുന്നത്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ആഘോഷിക്കാൻ വേണ്ടിയാണ്, ആ റിലേഷൻഷിപ്പിനെ ആസ്വദിക്കാൻ വേണ്ടിയാണ്, അതിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ചോദിക്കും, അത് വീട്ടിലിരുന്നാ നടക്കല്ലേ? വീട്ടിലിരുന്നാൽ നടക്കുകയില്ലേ? പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചന്തക്ക് പോകുന്നത് പോലെയല്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അവരുടെ മണിയറയിലായിരിക്കുന്നത്. അച്ഛൻ ഉപയോഗിക്കുന്ന ഉദാഹരണം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ ഈശോ നമ്മിലും നമ്മൾ ഈശോയിലും, നമ്മൾ ഈശോയെ കുറിച്ചൊക്കെ ഓർക്കുന്നത് പോലെയല്ല ഇതാ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈശോയുമായി ഐക്യത്തിൽ അവിടത്തെ ആരാധിക്കുന്നത്. വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാകാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാകണം. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ട ജോസേട്ടൻ അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പറയുന്നത്, നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് കരങ്ങളില്ല. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആളുടെ കണ്ണീരപ്പാൻ ഈശോയ്ക്ക് നമ്മുടെ കരങ്ങൾ വേണം. ഈശോയ്ക്ക് വചനം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിക്കാൻ നമ്മുടെ കാലുകൾ വേണം. ബി ക്രൈസ്റ്റ് ടു ക്രൈസ്റ്റ്. ഈശോയ്ക്ക് വേണ്ടി നീ ക്രിസ്തുവാകുക എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്.
ഈശോയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നീ ക്രിസ്തുവാകുക. ഈശോ കാണാൻ വേണ്ടി നീ നിന്റെ കണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി നീ ഈശോയാകുക. നിന്റെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് ഹൃദയമില്ല. നിന്റെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ഈശോയ്ക്ക് വേണം. അതുകൊണ്ടാണ് ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കൂടെ ആയിരിക്കാൻ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയത്. കാരണം ഈശോയ്ക്ക് കൂട്ടുവേണം. ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൂതൻ വന്ന് ഈശോയെ ആശ്വസിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഗെത്സമൻ തോട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഈശോയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സ്നേഹം ഈശോയെ ആശ്വസിപ്പിക്കുകയും ഈശോയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാന്നിധ്യം ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ സാന്നിധ്യത്തെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ശബ്ദവും കാഴ്ചയും കേൾവിയും നമ്മുടെ ഭവനവും നമ്മുടെ വാഹനങ്ങൾ നമുക്കുള്ളതെല്ലാം ഈ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈശോയ്ക്ക് ആവശ്യമുണ്ട്. നമ്മളെ ഈശോയുടെ പാർട്ട്ണറാക്കിയാൽ പോരാ. ഈശോ നമ്മുടെ കേവലം ബിസിനസിന്റെ ഒരു പാർട്ട്ണർ അല്ല. ഈശോ ആരാണ്? നമ്മൾ ചെയ്യുന്ന ജോലികളുടെ, നമ്മുടെ എല്ലാവരുടെയും മുതലാളിയാണ്, ഉടയവനാണ്. He is not a simple partner, but he is the real owner of everything that we have. നമുക്കുള്ള എല്ലാറ്റിന്റെയും യഥാർത്ഥത്തിലുള്ള ഉടമയാണ് അവിടുന്ന്. നമ്മൾ ആരാണ്? നമ്മൾ കാര്യസ്ഥന്മാർ മാത്രമാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീടിന്റെ ഉടയവർ നമ്മളല്ലെന്ന്. നമ്മൾ ആരാണ്? കാര്യസ്ഥന്മാരാണ്. നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്നാലും ആ വീട് അവിടെ. നമുക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്, ഈ സ്ഥലം എന്റെ ആണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആ സ്ഥലം അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സ്ഥലത്തിന്റെ ആരല്ല? ഉടമയല്ല. നമ്മൾ കാര്യസ്ഥന്മാരാണ്. ആർക്കു വേണ്ടി നമ്മൾ കാര്യസ്ഥന്മാരായിരിക്കുന്നു? ദൈവത്തിന് വേണ്ടി നമ്മൾ കാര്യസ്ഥന്മാരായിരിക്കുന്നു. നമ്മൾ പറയും, ഇതെന്റെ കുടുംബമാണ്, ഈ കുടുംബം എന്റേതാണ്. ആ കുടുംബം കർത്താവിൻ്റെതാണ്. ചേട്ടൻ മരിച്ചാലും ആ കുടുംബം അവിടെ തന്നെ. ചേട്ടൻ അപ്പൊ ആരാണ്? അപ്പൊ എന്റെ റോളാ? ചേട്ടൻ കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. കാര്യസ്ഥൻ ആരോട് കണക്ക് പറയണം? ഉടമസ്ഥനോട് കണക്ക് പറയണം. പ്രിയപ്പെട്ടവരെ, ആവിലാപ്പള്ളി റാപ്സനച്ചന്റെ അല്ല. അല്ലേ? അല്ല. അച്ഛന്റെ ആണോ? അല്ല. ജോസഫ് അച്ഛന്റെ ആണോ? അല്ല. പിന്നെ ആരുടെയാണ്? ഇത് കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ മരിച്ചാലും ഇതിവിടെ തന്നെ ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ ആരാണ്? കാര്യസ്ഥന്മാരാണ്. കർത്താവ് മുന്തിരിത്തോട്ടത്തെ കുറച്ച് പണിക്കാർ കേൾപ്പിച്ചിട്ട് പോയ ഒരു കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് കണക്ക് ചോദിച്ച് വന്നപ്പോൾ ഈ പണിക്കാരൊക്കെ കൂടി കർത്താവ് അയച്ചവരെ കൊന്നുകളഞ്ഞു. കണക്ക് കൊടുത്തില്ല. കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് വിചാരിച്ചിരുന്നത് അവരെ ഏൽപ്പിച്ച ഈ മുന്തിരിത്തോട്ടം അവരുടേതാണ് എന്നാണ്. ഈ വീട് എന്റെയാണ്, ഈ ജോലി എന്റെയാണ്, ഈ നാട് എന്റെയാണ്, എനിക്ക് ആരോടും എന്റെ മുകളിൽ ആരുമില്ല, ഞാൻ തന്നെ മുതലാളി എന്ന് വിചാരിച്ച് കർത്താവ് അവർക്ക് ഏൽപ്പിച്ചതെല്ലാം
പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, നിങ്ങൾ ജോലി ചെയ്യുന്ന അടുക്കള ആരുടേതാണ്? കർത്താവിൻ്റെയാണ്. അവിടെ ഇരിക്കുന്ന, അവിടെ എന്തൊക്കെ ഇരിക്കണത്, എന്താണോ അത് ആരുടെയാണ്? കർത്താവിൻ്റെയാണ്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മളിപ്പോൾ മാറാത്തത്, ഈ ഒരു ബോധ്യം നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അച്ഛൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ അഭിഷേകം. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദാഹമുള്ളവർക്കേ ഈ അഭിഷേകം കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദാഹമുണ്ടോ? യെസ്, ഓക്കെ, ശരി. നാലാമതായി, ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ അഭിഷേകം. ഒരാൾ അഭിമാനിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ കല്യാണത്തിന് 1100 പേര് വന്നു. ഞങ്ങൾ 900 പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 1100 പേര് വന്നിട്ടും ഭക്ഷണമൊന്നും തീർന്നു പോയില്ല. അതെ, ഞങ്ങൾ കാറ്ററിംഗുകാരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തിരി കൂട്ടിയൊക്കെ വെക്കണം. അവർ നല്ല കാറ്ററിംഗുകാരായതുകൊണ്ട് അത് തികഞ്ഞു. അത് എല്ലാം ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കുന്ന മനുഷ്യന്റെ കണക്ക് പറയാൻ തുടങ്ങിയാൽ അത് തീരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിൽ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, അതായത് കൊച്ചിന് കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കുടുംബത്തിൽ നിന്നാണ്? ഒന്നില്ലെങ്കിൽ ചവറ കുടുംബത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ അവര് ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞു. നമ്മുടെ എബ്രാസ്യാമ്മയുടെ വീട്ടുപേര് എന്താണെന്ന് എലവത്തുങ്കലി അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞുവിടാം. ഇവരിതൊക്കെ നോക്കി പഠിച്ചു വെച്ചിരിക്കുകയാണ്. അനുദിന വിശുദ്ധരൊക്കെ വായിച്ചിട്ട് കേരളത്തിലുള്ള 2 വിശുദ്ധരുടെ ചാവറ കുടുംബത്തിൽ നിന്ന് വേണം കല്യാണം കഴിക്കാൻ പോലും. അപ്പൊ എന്താണ്? കല്യാണക്കുറിയിൽ അത് അടിക്കല്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ എറണാകുളം ജില്ലയിലെ കഥയല്ല പറയുന്നത്, കണ്ണൂർ ജില്ലയിലെ, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം, ആറളം പഞ്ചായത്തിലെ കഥയാണ്. ബാക്കിയുള്ള പഞ്ചായത്തുകാർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരായി തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചുമക്കൾ അഭിമാനിക്കുന്നത് അവരുടെ കയ്യിലുള്ള ഫോണിന്റെ, ഒരു കൊച്ചു പറയാണ്, എനിക്ക് ഒരു പേരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഫോൺ മതി. കൊച്ചിന് ഒരു 20,000 രൂപയുടെ ഫോൺ മേടിച്ചു കൊടുത്തു. അതുപോരാ, കൊച്ചിന് ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞു, എനിക്ക് അത് വേണം, ആപ്പിള് തന്നെ വേണം. അപ്പൊ അപ്പം പറഞ്ഞു, നിനക്ക് മുന്തിരി മേടിച്ചു തരണം. ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഓക്കെ, അത് മാറി നമുക്ക് ഏത് കാര്യത്തിൽ അഭിമാനിക്കാൻ പറ്റണം? പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഈശോ മിശിഹായെ കുറിച്ച് ഞാൻ അറിയുന്നവനാണ്, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് എന്ന കാര്യത്തിൽ അഭിമാനിക്കാൻ പറ്റണം. കൈയടിച്ച് ഹല്ലേലൂയ. അല്ലെ, ഒരു ദിവസം വീട്ടിലെ അപ്പച്ചൻ പറയണേ, എനിക്ക് മൂത്ത മകളുണ്ട്, രണ്ടാമത്തെ മകളുണ്ട്. അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മകനും വൈഫൊക്കെ കൂടി ഇരിക്കുന്നു. അപ്പൊ അവരും കൂടി കേട്ടോട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ വീട്ടിൽ ഒരു ദിവസം പറയാണ്, എൻ്റെ ഒരു മകൾ അമേരിക്കയിലാണെന്ന്. ഒരു പൊങ്ങച്ചൻ പറയുന്നതാണ്. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ കേട്ട ആൾക്ക് മനസ്സിലായി, എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഇരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അപ്പച്ചന്റെ പൊങ്ങച്ചൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ ഒക്കെ പൊങ്ങച്ചൻ എന്താണ്? അല്ലേ? മക്കള്
അവിടെയാണ് വിശ്വസിച്ച് പറയാം, എൻ്റെ മോൻ ഓസ്ട്രേലിയയിലാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതാണ് ഇതാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയുന്നത് അല്ലേ. മക്കൾ രണ്ടുപേരും UK-യിലാണ്. അത് പറഞ്ഞ് വീടിന്റെ ആധാരം എവിടെയാണ്? അത് ബാങ്കിലാണ്. അതും കൂടി പറ. കഴിഞ്ഞ പ്രാവശ്യത്തെ പലിശ അടച്ച? ഇല്ല. അതും കൂടി പറ. കുടിശ്ശിക അടക്കുന്നുണ്ടോ? ഇല്ല. ഭൗമിക കാര്യങ്ങളിലുള്ള നമ്മുടെ പൊങ്ങച്ചം കൂടി പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒരു 50% പേരുടെയും ആധാരം കള്ളം കട്ടുകൊണ്ട് പോവില്ല. നിങ്ങൾ അഭിമാനിച്ചോ? ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, ഞങ്ങൾ അച്ഛാ അത് വീട്ടിൽ സൂക്ഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബാങ്കിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ട്. ഓക്കെ. 5-ാമതായി, ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ദൈവരാജ്യത്തിന് വേണ്ടി അച്ഛൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എന്ത് പെരുമഴ വന്നാലും, എന്ത് കാറ്റ് വന്നാലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും വ്യാഴാഴ്ച ഓടി ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ കാണിക്കുന്ന ആ സഹനം, അതൊരു സഹനം തന്നെയാണ്. അത് ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അച്ഛൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്, ഈ ആലയത്തിൽ എല്ലാ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെ പല സമയങ്ങളിൽ പല കാര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന, അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യാൻ ത്യാഗമേറ്റെടുക്കുന്ന, സഹനമേറ്റെടുക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിലും ദൈവം പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ബുധനാഴ്ച അടിക്കാനും തുടക്കാനും വരുന്നവരും, തിങ്കളാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവരും, ബുധനാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവരും, ശനിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവരും, മറ്റെല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അച്ഛൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരളവിൽ ഉള്ളത് കൊണ്ടാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു അഭിഷേകമല്ല. അത് നമുക്ക് ഓരോ ദിവസവും ഒരു പെന്തക്കോസ്ത ഞായറാഴ്ച ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു കാറ്റും അഭിഷേകവും മാത്രമല്ല. അതല്ല പരിശുദ്ധാത്മാഭിഷേകം. അനുദിനമുള്ള പെന്തക്കോസ്തയാണ്. ഇന്നലെയുള്ള അഭിഷേകത്തെക്കാൾ എനിക്ക് ഇന്ന് കൂടുതൽ അഭിഷേകമുണ്ടാകുമ്പോൾ, ഇന്നലെ ഏറ്റെടുത്ത സഹനങ്ങളെക്കാൾ ഇന്ന് എനിക്ക് കൂടുതൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഇന്നലെ ഞാൻ ആത്മാവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വ്യാപരിച്ചതിനേക്കാൾ ഇന്ന് കൂടുതൽ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ, ഇന്നും നാളെയും കൂടുതൽ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വ്യാപരിക്കാൻ കഴിയും. ഇന്ന് എനിക്ക് കർത്താവിൻ്റെ കാര്യങ്ങളിൽ അഭിമാനിക്കാൻ കഴിഞ്ഞതിനേക്കാൾ, ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങളിൽ അഭിമാനിക്കാൻ കഴിഞ്ഞതിൻ്റെ ആ ഡിഗ്രിയേക്കാൾ ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുതലായി കിട്ടുമ്പോൾ, ഇന്നും നാളെയും മറ്റന്നാളും കർത്താവിന് വേണ്ടി കർത്താവിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളായി അനുദിനം ഞാൻ അഭിഷേകത്തിൽ നിറയുന്നു. അനുദിനം ഞാൻ കൃപയിൽ വളരുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇന്നലെ പിശാചിന്റെ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞതിനേക്കാൾ
ഇന്ന് എനിക്ക് വീണ്ടും ഒരു അഭിഷേകം ലഭിക്കുമ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഓരോ വ്യാഴാഴ്ചയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്. ഈ ഒരു അഭിഷേകത്തിൽ നിറഞ്ഞ് ഈ ഒരാഴ്ച കൂടുതൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ, അടുത്ത ആഴ്ച അഭിഷേകത്തിൽ നിറഞ്ഞ് തുടർന്ന് വരുന്ന ആഴ്ച കൂടുതൽ അഭിഷേകത്തിൽ ജീവിക്കാൻ കർത്താവ് നമുക്ക് ഓരോ ദിവസവും, അതിനെയാണ് വചനം പറയുന്നത്, കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആറാമതായി നമ്മെ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നത് അതാണ്, രൂപാന്തരീകരണം. നമുക്ക് ആരുടെ സ്വഭാവമാണ് ഇപ്പോൾ കൂടുതലായുള്ളത്? ഈശോയുടെ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ചിലപ്പോൾ മറ്റുള്ളവരത് സമ്മതിച്ചില്ലെന്ന് വരാം, എന്നാലും നമ്മൾ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. നമുക്ക് ഈശോയുടെ സ്വഭാവം ചില സമയത്ത് കുറവാണ്, ചില സമയത്ത് കൂടുതലാണ്. എല്ലാ സമയത്തും ഈശോയുടെ സ്വഭാവമുള്ളവരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് ഈശോയുടെ സ്വഭാവം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ അച്ഛൻ അൾത്താരയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല അച്ഛൻ ഈശോയുടെ സ്വഭാവം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സമയത്തും ആരുടെ സ്വഭാവം ഉണ്ടാകണം? നമ്മൾ തല്ല് പിടിക്കുമ്പോ പോലും ആരുടെ സ്വഭാവം ഉണ്ടാവണം? നമ്മൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ പോലും ആരുടെ സ്വഭാവം ഉണ്ടാവണം? ഹല്ലേലൂയ. അല്ലേ? നമ്മൾ മുറ്റമടിക്കുമ്പോ പോലും, വെള്ളമടിക്കുമ്പോഴല്ല, മുറ്റമടിക്കുമ്പോൾ ആരുടെ സ്വഭാവം ഉണ്ടാവണം? വെള്ളമടിക്കുമ്പോൾ ചില ആളുകൾക്ക് ഈശോയുടെ സ്വഭാവം അച്ഛൻ കണ്ടിട്ടുണ്ട്. ഏത് സ്വഭാവമാണെന്നറിയാമോ? ശാന്തശീലനും ഹൃദയ എളിമയുള്ളവനുമായ ഈശോ. ആരുടെ സ്വഭാവത്തോടു കൂടെയാണ് വെള്ളമടിക്കുന്നത്? എന്തിരെളിമയാണ് ക്യൂവിൽ നിൽക്കുമ്പോ, അല്ലേ? അത് നിങ്ങൾ പലപ്പോഴും പല അച്ഛന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ശാന്തശീലരും ഹൃദയ എളിമയുള്ളവരുമായിട്ടുള്ള ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് പോലും ചിലപ്പോൾ അച്ഛൻ തിരക്ക് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരിക. നമ്മെ യഥാർത്ഥത്തിൽ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാക്കുന്ന അഭിഷേകമാണ്. എന്താണ് ദൈവ സ്വഭാവമെന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ സ്വഭാവം എന്താണ്, എന്തല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്, ദൈവത്തിൻ്റെ ആഗ്രഹം എന്തല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ അർത്ഥം? ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് അന്വേഷിക്കുവിനെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നമുക്ക് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടോ? ശരിക്കും എനിക്ക് ഈശോയെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കേ. കുറെ പേര് പൊക്കിയിട്ടില്ല. രണ്ട് കൈയും പൊക്കിക്കും. രണ്ട് കൈയും ശരിക്കും ഈശോയെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവര് രണ്ട് കൈയും ശിരസിന് മുകളിൽ കൈമുട്ട് മടങ്ങാത്ത വിധത്തിൽ ഉയർത്തിയിട്ടൊന്ന് കൈയടിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിദേശത്ത് പോകാനുള്ള ആഗ്രഹവും നമുക്ക് വസ്തു ഇടപാട് നടക്കാനും പരീക്ഷ ജയിക്കാനും ഒക്കെയുള്ള ആഗ്രഹത്തിനുമൊക്കെ അപ്പുറം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ആഗ്രഹമാണ് ഈശോയെ പോലെ ആകുക എന്ന് പറയുന്ന ആഗ്രഹം. കാരണം നിങ്ങൾക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായില്ലെങ്കിലും ഈ ആഗ്രഹം ഉണ്ടാകണം. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിന് അനുരൂപരാകാൻ വേണ്ടിയാണ്. വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഈശോയെ പോലെ ആകാനുള്ള ആഗ്രഹം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാഭിഷേകമാണ്. അങ്ങനെ ആക്കി തീർക്കുന്നത്
പരിശുദ്ധാത്മാഭിഷേകമാണ്. നീ ഈ ലോകത്തിൽ ഒരു വചനമുണ്ട്, നീ ആത്മാവ് നശിച്ചാൽ ലോകം മുഴുവൻ നേടിയാലും നിനക്ക് നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നിനക്ക് നഷ്ടമായാൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് 10 ഏക്കർ മേടിക്കാൻ കഴിഞ്ഞു. നിനക്ക് നല്ലൊരു ഭവനം, സ്വപ്ന തുല്യമായ നീ സ്വപ്നം കണ്ടതിനപ്പുറമുള്ള മനോഹരമായൊരു വീട് പണിയാൻ കഴിഞ്ഞു. വിദേശത്ത് പോകാൻ കഴിഞ്ഞു, അവിടെ വീട് മേടിക്കാൻ കഴിഞ്ഞു. അവിടെ സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്കിപ്പോൾ ഓസ്ട്രേലിയയിൽ 3 വീടുണ്ട്, സ്വന്തം വീട് 3 എണ്ണം. വെരി ഗുഡ്. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇപ്പോൾ കാനഡയിൽ 5 റെസ്റ്റോറന്റ് ഉണ്ട്, സ്വന്തമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് പറയും? അവരൊക്കെ രക്ഷപ്പെട്ടു, ഇല്ലേ? നിന്റെ ഒരു ഭാഗ്യം, ഇല്ലേ? നമ്മൾ പറയില്ലേ? പറയും. Praise the Lord. Praise the Lord. Hallelujah. 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 അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതാണ്, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ ആത്മാവ് നശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാപത്തിൽ മരിക്കുക എന്നല്ല. നീ ഈശോയെ പോലെ ആകില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അച്ഛൻ ഒരു 100 ധ്യാനം നടത്തി എന്ന് പറഞ്ഞിട്ടും അച്ഛൻ ഈശോയെ പോലെ ആയില്ലെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ധ്യാനം നടത്തിയത് കൊണ്ട് അച്ഛന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? അതാണ് മറന്നുപോകാൻ പാടില്ലാത്തത്. ഈശോയെ പോലെ ആകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ഈശോയെ പോലെ നമ്മൾ ആയില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ ഈ പരാജയപ്പെടുന്നതിനെയാണ് പറയുന്നത് ആത്മാവ് നഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. ഈ ലോകം മുഴുവൻ നീ നേടിയെങ്കിലും നിന്റെ ഹൃദയം ഈശോയെ പോലെ ആയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ മുൻപിൽ വെക്കുന്ന ടാർജറ്റ് ചെറിയ ടാർജറ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇതാ ഞാൻ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സംതൃപ്തരാകരുത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ അനുദിനം വളർന്നുകൊണ്ടിരിക്കണം? ചില ആളുകൾ പറയില്ലേ, ഇത്രയൊക്കെ മതി, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഇടവപ്പള്ളി പോകുന്നുണ്ടോ ചേട്ടാ, അവിലയിലൊക്കെ വരുന്നുണ്ടോ? ഇടവപ്പള്ളിയിലൊക്കെ പോകുന്നുണ്ടോ? എനിക്ക് അങ്ങനെ വരേണ്ട ആവശ്യമൊന്നും ഇല്ല. വേണ്ട, എനിക്കിപ്പോ ഈ കുത്തിയിരുന്ന് വചനം കേൾക്കേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം എന്താണ്? നമ്മളുടെ കാര്യങ്ങളൊക്കെ തെറ്റാണ്. എനിക്കിപ്പോ കഷ്ടപ്പെട്ട് മുട്ടുകുത്തി കൊന്തയിലേണ്ട ആവശ്യമൊന്നും
എനിക്കിപ്പോൾ ചില ആളുകൾ, ഒരു സഹോദരി അച്ഛന് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ കുറേ പ്രാർത്ഥിച്ചാണ് അച്ഛോ ജർമ്മനിയിൽ എത്തിയത്. പിന്നെ കുറച്ച് ആളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത പോയിന്ന് മാത്രമല്ല, എനിക്ക് ഈ പ്രാർത്ഥിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛമൊക്കെ തുടങ്ങി. മുട്ടയിലൊക്കെ വലിയുന്ന കാണുമ്പോൾ, ഉരുൾ നേർച്ചയൊക്കെ നടക്കണ കാണുമ്പോൾ പറയണ്ട. അപ്പോൾ അങ്ങനെ കുറച്ച് പുച്ഛമൊക്കെ തുടങ്ങി. അപ്പൊ ഇപ്പൊ എന്താണാവോ, ഇപ്പോഴേ ഭർത്താവും ഞാനും തമ്മിൽ ചെറിയൊരു കശപിശ. എന്ത് പറ്റി? അത് എനിക്ക് വേറൊരു ഫോൺ കോളൊക്കെ വന്നത് ഭർത്താവ് കണ്ടു, അറിഞ്ഞു. ഭർത്താവ് എന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അച്ഛ, ഈ ഉരുൾനേർച്ച നടക്കുന്ന സ്ഥലം ഏതാണ്? പുച്ഛം മാറിയോ? മാറി അച്ഛ, മാറി. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോ പ്രാർത്ഥിക്കുന്നതിനോട് പുച്ഛം. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എന്ത് വേണം? ഭർത്താവിന് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറണം. എത്ര പ്രാവശ്യം മുട്ടയിൽ വലിയണം? അച്ഛൻ പറഞ്ഞു, ഒരു പ്രാവശ്യം മതി, ഒന്ന് പോരാ. ഒന്ന് എനിക്ക്, ഒന്ന് ഭർത്താവിന്, ഒന്ന് വേറെ ഒരാൾക്ക്, അങ്ങനെ ഒന്ന് ഏലിയായിക്ക്, ഒന്ന് മോശിക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ടാർഗറ്റ്. അല്ലാതെ എവിടെയെങ്കിലും എത്തിച്ചേരുന്നതോ കുറച്ച് പണമുണ്ടാക്കുന്നതോ അല്ല നമ്മുടെ ടാർഗറ്റ്. കടം വീട്ടുന്നതല്ല നമ്മുടെ ടാർഗറ്റ്. പരീക്ഷയിൽ ജയിക്കുന്നതല്ല, ജോലി കിട്ടുന്നതല്ല, കല്യാണം നടക്കുന്നതല്ല നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈശോയെ പോലെയായി തീരുക എന്നതാണ്. ഈശോയെ പോലെയായി തീർന്നില്ല എങ്കിൽ ഈ ലോകം മുഴുവൻ നേടിയാലും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് എന്ത് പ്രയോജനം? അപ്പോൾ അതാണ് 6. ദൈവസ്വഭാവത്തിൽ നമ്മെ പങ്കുകാരാക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. പ്രിയപ്പെട്ടവരെ, 7ാമതായി നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. പുതിയ മനുഷ്യനെ കുറിച്ച് അച്ഛൻ നേരത്തെ പുതിയ മനുഷ്യന്റെ 7 സ്വഭാവങ്ങൾ, 7 കാര്യങ്ങൾ, പുതിയ മനുഷ്യന്റെ 7 പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് നേരത്തെ അച്ഛൻ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ടും അത് യൂട്യൂബിലുള്ളത് കൊണ്ടും നിങ്ങളത് എടുത്ത് കേൾക്കുന്നത് അച്ഛൻ സജസ്റ്റ് ചെയ്യുകയാണ്. ന്യൂ ക്രിയേഷൻ, 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അതുണ്ട് എന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ മനുഷ്യന് പുതിയ ശക്തി കിട്ടുന്നു, പുതിയ പൊസിഷൻ കിട്ടുന്നു, പുതിയ ലക്ഷ്യം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ന്യൂ ഡെസ്റ്റിനി, ന്യൂ പൊസിഷൻ, ന്യൂ പവർ എന്നൊക്കെയുള്ള ഒരു പ്രഭാഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ കാഴ്ചപ്പാട് കിട്ടുകയാണ്. പുതിയ മനുഷ്യൻ എന്താണ് കിട്ടുന്നത്? പുതിയ കാഴ്ചപ്പാട്. നമ്മുടെ ഇപ്പോഴുള്ള സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താണ്? ഈ ഭൂമിയിൽ സമ്പാദിക്കണം. പുതിയ മനുഷ്യന്റെ കാഴ്ചപ്പാട് ഈശോ എഴുതി വെച്ചു. ഈശോ പറഞ്ഞു, നീ സ്വർഗത്തിൽ സമ്പാദിക്കണം. ഹല്ലേലൂയ. പഴയ കാഴ്ചപ്പാട്, പഴയ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താണ്? ഭൂമിയിൽ സമ്പാദിക്കണം. പുതിയ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താണ്? സ്വർഗത്തിൽ സമ്പാദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ മനുഷ്യന്റെ കാഴ്ചപ്പാട് ഈ ഭൂമിയിൽ വലിയ ആളാകണം. പുതിയ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താണ്? സ്വർഗരാജ്യത്തിൽ എനിക്കൊരിടം വേണം. ഈശോ പറഞ്ഞു, നിനക്ക് സ്വർഗരാജ്യത്തിൽ ഇടം വേണമെങ്കിൽ നീ ശിശുവിനെ പോലെ ചെറുതാകണം. ശിശുവിനെ പോലെ ചെറുതാകുന്ന മനോഭാവമാണ് പുതിയ മനുഷ്യന്റെ, പുതിയ സൃഷ്ടിയായിട്ടുള്ളവന്റെ മനോഭാവം. നീ സ്വയം ചെറുതാവാൻ നോക്കുന്നവനാണോ? മറ്റുള്ളവരെ ചെറുതാക്കാൻ നോക്കുന്നവനാണോ? നമ്മുടെ സ്വഭാവം ശരിക്കും ഏത് സ്വഭാവമാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ,
ഈ ഭൂമിയിൽ വലിയ ആളാകണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഈശോ പറഞ്ഞതുപോലെ യേശു അവരടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നു, പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ഹല്ലേലൂയാ. അപ്പൊ ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മേൽ ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ നടക്കുന്ന സ്വഭാവം ഏത് സ്വഭാവമാണ്? അതൊരു വിജാതീയ സ്വഭാവമാണ് എന്നാണ് ഈശോ പറയുന്നത്. അതൊരു ക്രിസ്ത്യാനിയുടെ സ്വഭാവമല്ല. നമ്മൾ മാമോദീസ മുങ്ങിയിട്ടുണ്ടെങ്കിലും, നമ്മുടെ പേര് വള്ളി പുസ്തകത്തിലുണ്ടെങ്കിലും, നമ്മുടെ സ്വഭാവം ആരുടെ സ്വഭാവമല്ല? ക്രിസ്ത്യാനിയുടെ സ്വഭാവമല്ല. ആർക്കുള്ളത്? ആർക്കുള്ളത്? നമുക്കുള്ളത്. നമുക്ക് എന്ന് പറയുന്നത് പ്ലൂരലാണ്. അത് അച്ഛൻ്റെ ഒരു ഗ്രാമർ പഠിപ്പിക്കുക. അതൊന്ന് സിംഗുലർ ആക്കി പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പറയേണ്ട വരും. അത് മലയാളം. എനിക്ക് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവമല്ല ഉള്ളത് എന്ന് പറഞ്ഞു നോക്കി. അല്ല ഉള്ളത്. ഇപ്പൊ അത് സിംഗുലറായി കേട്ടോ. ഏകവചനം ബഹുവചനം. നമുക്കെന്ന് പറഞ്ഞപ്പോ ഓക്കെ ആണ്. ഹല്ലേലൂയ. കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, എട്ടാമതായി, അപ്പൊ നമുക്കിപ്പോൾ ആരുടെ സ്വഭാവമല്ല ഉള്ളത്? അപ്പൊ നമുക്ക് പുതിയ സൃഷ്ടിയാകണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒന്ന് ഏറ്റുചൊല്ലി: പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകം നമ്മെ പാപാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്ന അഭിഷേകമാണ്. നമ്മുടെ ഉള്ളിലുള്ള മുള്ളുകളും മുൾപടർപ്പുകളും എല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരഭിഷേകമാണ് പരിശുദ്ധാത്മ അഭിഷേകം. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കുകയാണ്. നാം ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വളരെ ലോങ് ആയിട്ടുള്ളൊരു സെന്റൻസാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, നമ്മൾ അനുസരണമില്ലാത്തവരായിരുന്നു, നമ്മൾ മൂഢന്മാരായിരുന്നു, തെറ്റായ മാർഗത്തിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ അബദ്ധധാരണകളിലൂടെ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ഒക്കെ വഴികളിലൂടെ, വിഗ്രഹാരാധനയുടെ വഴികളിലൂടെ ഒക്കെ ജീവനില്ലാത്തതിനെ ആരാധിക്കുന്ന തെറ്റായ മാർഗങ്ങളിലൂടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അങ്ങനെ തിന്മ പ്രവർത്തിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ച ഭോഷന്മാരായിരുന്നു.
അസൂയയിലും ദ്രോഹബുദ്ധിയിലും എങ്ങനെ പാര വെക്കാം, എങ്ങനെ അസൂയയിൽ ജീവിക്കാം എന്നൊക്കെ ജീവിച്ചിരുന്നവരായിരുന്നു. മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. നമ്മളെ ആരെങ്കിലും വെറുത്താൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? തിരിച്ചയാളെയും വെറുക്കും, അല്ലേ? വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. ആര്? നമ്മൾ. ഹല്ലേലൂയ. എപ്പോൾ വരെ? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുന്നത് വരെ നമ്മൾ അനുസരണയില്ലാത്തവര്, ദ്രോഹബുദ്ധിയുള്ളവര്, അസൂയുള്ളവര്, വെറുക്കുന്നവര് ആയിരുന്നു. അത് ഏത് ടെൻസാണ്? നമ്മൾ ഗ്രാമർ പഠിക്കുകയാണ്. ഏത് ടെൻസാണ്? പാസ്റ്റ് ടെൻസാണ്, പ്രസന്റ് അല്ല. ഇപ്പോൾ നമ്മൾ ആരെയും വെറുക്കുന്നവർ. പരത്തി പറഞ്ഞ്, ഞാനിപ്പോൾ ആരെയും വെറുക്കുന്നില്ല, എന്നെ ആരും വെറുക്കുന്നില്ല, എനിക്ക് ദ്രോഹബുദ്ധിയില്ല, എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്നുള്ള ഒരു ചിന്തയും ഇല്ല, എനിക്ക് ഒരാളോടും അസൂയയില്ല. കൈയടിച്ച് നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ സാധിച്ചു? നമ്മൾ ചോദിക്കൂലേ, എടി നിനക്ക് ഇതെങ്ങനെ? ഒന്ന് ചോദിച്ച്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞല്ലോ ഇതൊന്നും ഇല്ല എന്ന്. ഹല്ലേലൂയ. നിനക്കിത് എങ്ങനെ? ഇതെങ്ങനെ സാധിക്കണപ്പ? അപ്പൊ നമ്മൾ പറയും ഇതെല്ലാം സാധിച്ചത് എങ്ങനെയാണ്? അഭിഷേകത്താലാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പോരാ. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരമായി പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഒമ്പതാമതായി നമ്മൾ ധ്യാനിക്കുകയാണ്, നമ്മെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. നമ്മൾ ആരുടെ ഭവനമായി മാറുകയാണ്? നമ്മുടെ ശരീരം ആരുടെ ശരീരമായി മാറുകയാണ്? ഈശോയുടെ. ചില സമയത്ത് ചില ആളുകൾ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ഭർത്താക്കന്മാര് ചില ചേച്ചിമാരോട് ചോദിച്ചിട്ടുണ്ട് പോലും, നിനക്കെന്താണ് പിശാച് കൂടിയ? ചില മാതാപിതാക്കൾ മക്കളോട് ചോദിക്കാറുണ്ട് പോലും, നിനക്കെന്താടാ പിശാച് കയറിയ? ചോദിക്കാറില്ലേ? അപ്പൊ നിന്റെ ശരീരം ആരുടെ ആലയമായി മാറി എന്നതുപോലെയാണ് അവൻ പെരുമാറുന്നത്, അവള് പെരുമാറുന്നത്. കണ്ടോ? അപ്പോൾ നീ ഒരു ദൈവത്തിന്റെ ആലയമാണെന്ന് നിന്നെക്കുറിച്ച് പറയേണ്ടതിന് പകരം, എന്നെക്കുറിച്ച് പറയേണ്ടതിന് പകരം എന്താണ് മറ്റുള്ളവർക്ക് പറയാൻ തോന്നുന്നത്? ഹല്ലേലൂയ. ചില ആളുകൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പരാക്രമമൊക്കെ കാണിച്ച് വരണം കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഏട്ടന് എന്താണ് പിശാച്? ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കാൻ പോകരുത്. ചോദിക്കാൻ പോയാ അതിന്റെ അപ്പുറം ഉള്ളത്. നിങ്ങൾ പരിശുദ്ധാത്മാവുള്ള ഒരു വിവേകത്തോടു കൂടെ എവിടെയെങ്കിലും മുറി അടച്ച് കയറി ഹല്ലേലൂയ. നമുക്ക് ആ ബുദ്ധിയുള്ളവരാണ്. പല സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട് അച്ഛനോട്, അച്ഛാ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ റബ്ബർ തോട്ടത്തിലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയം വീട്ടിൽ കയറി വന്നതിന്റെ ബഹുമാനാർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്താമതായി നമ്മെ നീതീകരിക്കുകയും നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്ന അഭിഷേകമാണ്. നമ്മെ നിത്യജീവന്റെ അവകാശികളാക്കി, നമ്മുടെ പാപത്തിന്റെ കറകൾ, നമ്മുടെ പാപത്തിന്റെ കടങ്ങൾ, കളങ്കങ്ങൾ എടുത്തു മാറ്റി നമ്മെ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. നമുക്ക് അച്ഛൻ ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് ഈ ആഴ്ച വീണ്ടും പറഞ്ഞത്, പരിശുദ്ധാത്മാഭിഷേകം പെന്തക്കോസ്ത ഞായറാഴ്ചയോടുകൂടെ ആ പ്രാർത്ഥന അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് തുടർച്ചയായുള്ള പ്രാർത്ഥനയാണ്, ഇത് തുടർച്ചയായുള്ള അഭിഷേകമാണ്. നമ്മൾ നിരന്തരം വളർന്നുകൊണ്ടിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.